ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാമത്തെ ചാപ്റ്ററാണ്. 5ാം ക്ലാസ്സിലെ ഭാഗം 2-ലെ 8ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് അഹിംസ, അറിവ്, അധികാരം എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ അഹിംസ, അറിവ്, അധികാരം എന്നൊരു കാര്യത്തെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ശ്രീബുദ്ധനെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളുമാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൈലോപ്പിള്ളിയുടെ ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നോക്കിയാൽ മതി. ആര്യന്മാരുടെ വ്യാപനത്തെ തുടർന്ന് BC 6ാം നൂറ്റാണ്ടോടുകൂടി ഗംഗാ സമതലത്തിൽ കാർഷിക മേഖലകൾ രൂപം കൊണ്ടു. കൈമാറ്റ കേന്ദ്രങ്ങളും പട്ടണങ്ങളും അടങ്ങിയ അവ ജനപദങ്ങൾ എന്നറിയപ്പെട്ടു. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡ് എന്ന് പറയുന്നത് ഇതില്. അതായത് ആര്യന്മാരുടെ വ്യാപനത്തെ തുടർന്ന് BC 6ാം നൂറ്റാണ്ടോടുകൂടി ഗംഗാ സമതലത്തിൽ കാർഷിക മേഖലകൾ രൂപം കൊള്ളുകയും കൈമാറ്റ കേന്ദ്രങ്ങളും പട്ടണങ്ങളും അടങ്ങിയ അവ ജനപദങ്ങൾ എന്നറിയപ്പെടാൻ തുടങ്ങി. ഇത്തരം ജനപദങ്ങൾ ഗോദാവരി തടം വരെ വ്യാപിച്ചിരുന്നു. അവയിൽ 16 ശക്തിയാർജിക്കുകയും അവയെ മഹാജനപദങ്ങൾ എന്നു വിളിച്ചിരുന്നു. ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ 16 വളരെ ശക്തിയുള്ളതായിരുന്നു. ആ 16 മഹാജനപദങ്ങൾ എന്ന് വിളിച്ചിരുന്നത്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു മഗധ. ഇനി ആ മഹാജനപദങ്ങൾ ഇതിൽ തന്നിട്ടുണ്ട്. ഒന്നാമത്തെയാണ് മഹദ, 2 അംഗം, 3 വജ്ജി, 4 മല്ല, 5 കാശി, 6 വത്സം, 7 കോസലം, 8 ചേതി, 9 പാഞ്ചാലം, 10 അശ്മകം, 11 അവന്തി, 16 ശുരുസേന, 17 എണ്ണകം തെറ്റി തോന്നുന്നു, അത് നോക്കണ്ട, കുരു, പിന്നെയുള്ളത് മാംസ്യം, ഗാന്ധാരം, കമ്പോജം എന്നിവയായിരുന്നു ആ 16 മഹാപദങ്ങൾ എന്ന് പറയുന്നത്. ഈ പദങ്ങൾ ഓർത്തു വെക്കണമെന്നൊന്നുമില്ല, എന്നാലും ഒന്ന് വായിച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ മഗധയാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ്. മഗധയും വഞ്ചി, കാശി തുടങ്ങിയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമുക്ക് പഠിക്കാൻ. ഈ ഭാഗങ്ങളിൽ തന്നെ വൻതോതിൽ ഇരുമ്പയിര് നിക്ഷേപമുള്ള പ്രദേശമായിരുന്നു മഗധ. മഗധയുടെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ചതും ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഉപയോഗമായിരുന്നു. ഈ പറയുന്ന മഹാജനപദങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് നിക്ഷേപം ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു മഗധ. അതായിരുന്നു ഇവരുടെ വളർച്ചയ്ക്ക് പ്രധാനമായ നാഴികക്കല്ല് എന്ന് പറയുന്നത്. ഗംഗാതടത്തിലെ ഇടതൂർന്ന കാടുകൾ വെട്ടിത്തെളിക്കാൻ ഇരുമ്പ് കൊണ്ടുള്ള മഴു സഹായകമായി. ഇരുമ്പ് കലപ്പ ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കാനും കഴിഞ്ഞു. ഇതിന്റെ ഫലമായി കാർഷികോൽപ്പന്നം വർദ്ധിച്ചു. തുടർന്ന് വാണിജ്യരംഗത്തുണ്ടായ പുരോഗതി നഗരങ്ങളുടെ വളർച്ചയ്ക്ക് ഇടയാക്കുകയും ചെയ്തു. കാർഷിക രംഗത്തും വാണിജ്യരംഗത്തും ഉണ്ടായ മുന്നേറ്റത്തിലൂടെ മഗധ സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിച്ചു. വലിയൊരു സൈന്യത്തെ രൂപീകരിക്കാനും ചുറ്റുമുള്ള പ്രദേശങ്ങൾ കീഴടക്കാനും മഗധയിലെ സമ്പദ് സമൃദ്ധി രാജാക്കന്മാരെ സഹായിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അതിന് എന്തായിരുന്നു കാരണം അതൊന്നും നമുക്ക് നോക്കണ്ട. ഇനി നമുക്ക് അഹിംസ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. മഗധയിലെ ഭരണാധികാരിയായിരുന്നു ബിംബിസാരനായിരുന്നു മഗധയിലെ ഒരു ഭരണാധികാരി. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് തന്നിട്ടുള്ള ഒരു വിളംബരമാണ്. മൃഗങ്ങളെ ഇനി കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമാണ്. അത് അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. അതിന് പ്രധാനമായിട്ട് ഇതിൽ പറയുന്ന കാരണം എന്ന് പറയുന്നത് അന്നത്തെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. ആ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് മൂലം കൃഷിയെ അത് പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഇതുകൊണ്ടായിരുന്നു ബിംബിസാരൻ ഇങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിപ്പിച്ചത്, മൃഗബലി പാടില്ല എന്നുള്ളത്. ഇനി ഇതുമൂലം വന്നൊരു കാര്യമാണ്, ഇതേ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങൾക്കെതിരായി ജൈനമതവും ബുദ്ധമതവും ആവിർഭവിച്ചു. ഇവിടെ നിന്നാണ് നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാനുള്ള. ജൈനമതവും ബുദ്ധമതവും ഇവിടെ ആവിർഭവിച്ചു. വർദ്ധമാന മഹാവീരൻ പ്രചരിപ്പിച്ച ജൈനമതവും, അപ്പോൾ വർദ്ധമാന മഹാവീരന്റെ ജൈനമതവും ഗൗതമ ബുദ്ധൻ സ്ഥാപിച്ച ബുദ്ധമതവും അഹിംസയ്ക്ക് പ്രാധാന്യം നൽകി. വ്യാപകമായി മൃഗബലിയാണ് അഹിംസ പ്രചരിപ്പിക്കാൻ മഹാവീരനെയും ബുദ്ധനെയും പ്രേരിപ്പിച്ചത്. പിന്നെ അവരുടെ രണ്ടുപേരുടെയും ഒരു പ്രതിമയാണ് നമുക്ക് തന്നിട്ടുള്ളത്.
സാധാരണക്കാരന്റെ ഭാഷയിലായിരുന്നു അവർ പ്രചരിച്ചത്. അത് നമുക്ക് നോക്കണ്ട. മഹാവീരന്റെ ഭാഷ എന്ന് പറയുന്നത് പ്രാകൃതമായിരുന്നു. ഇവിടെയാണ് നോക്കേണ്ടത്. മഹാവീരൻ ഉപയോഗിച്ച ഭാഷ പ്രാകൃതം, ബുദ്ധൻ ഉപയോഗിച്ചത് പാലി ഭാഷയുമായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ജൈനമത തത്വങ്ങളും ബുദ്ധമത തത്വങ്ങളും എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ജൈനമത തത്വങ്ങളിൽ ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി. ബുദ്ധമത തത്വങ്ങൾ എന്ന് പറയുന്നത് ഇഹലോക ജീവിതം ദുഃഖപൂർണമാണ്, ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം, ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ ദുഃഖങ്ങൾ ഇല്ലാതാകും, അതുപോലെ തന്നെ അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കുക വഴി ആഗ്രഹങ്ങളെ ഇല്ലാതാക്കും. ഇതൊക്കെയായിരുന്നു ബുദ്ധമതങ്ങളും ജൈനമതങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ദേശീയ മുദ്ര തന്നിട്ടുണ്ട്. നമ്മുടെ ദേശീയ മുദ്ര തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ദേശീയ മുദ്രയാണ്. അശോക ചക്രവർത്തി സാരാനാഥിൽ സ്ഥാപിച്ച സ്തംഭത്തിൽ നിന്നാണ് ഈ മുദ്ര എടുത്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിലുള്ള അശോക ചക്രമാണ് നമ്മുടെ ദേശീയ പതാകയിലുള്ള മധ്യത്തിൽ കാണുന്നത്. മഗധ കേന്ദ്രമാക്കി വളർന്നു വന്ന മൗര്യ രാജവംശത്തിലെ പ്രധാന രാജാവായിരുന്നു അശോകൻ. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ രാജവംശം സ്ഥാപിച്ചത്. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യം എന്ന് പറയുന്നത്. മഗധ കേന്ദ്രമാക്കി വളർന്നു വന്ന മൗര്യ രാജവംശത്തിലെ പ്രധാന രാജാവായിരുന്നു അശോകൻ. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ രാജവംശം സ്ഥാപിച്ചത്. ഇനി ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ബോക്സ് തന്നിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. ഇദ്ദേഹം കൗടല്യൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ചാണക്യന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. ശക്തവും കാര്യക്ഷമവുമായ ഒരു ഭരണത്തിന്റെ സംഘാടനം എങ്ങനെയിരിക്കണം എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രമേയമായിട്ട് പറയുന്നത്. ഇനി രാജാവിന്റെ ധർമ്മം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഹെഡിങ് തന്നിട്ടുണ്ട്. രാജ്യത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾ തമ്മിൽ ഐക്യമുണ്ടായാലേ രാജ്യത്ത് സമാധാനമുണ്ടാകൂ. അതിനായി അശോകൻ സ്വീകരിച്ച നയമാണ് ധമ്മം അഥവാ ധർമ്മം എന്ന് പറയുന്നത്. ജനങ്ങളിൽ ഐക്യവും സഹിഷ്ണുതയും വളർത്തി രാജ്യത്ത് സമാധാനം നിലനിർത്തുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അവയിലെ ചില ആശയങ്ങളാണ് ഈ തന്നിട്ടുള്ളത്. മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുക്കന്മാരെ ആദരിക്കുക, മൃഗബലി ഒഴിവാക്കുക, എല്ലാ വിശ്വാസങ്ങളോടും സഹിഷ്ണുത കാണിക്കുക, സഹജീവികളോട് കരുണ കാണിക്കുക. ഇത്രയുമായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അശോക ചക്രവർത്തി ധർമ്മവും തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും പാറക്കല്ലിൽ കൊത്തിവെച്ചാണ് ജനങ്ങളെ അറിയിച്ചിരുന്നത്. അങ്ങനെ ഒരു അശോകന്റെ ശിലാലിഖിതത്തിന്റെ ഫോട്ടോ ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇനി ബുദ്ധമതമായിരുന്നു ധർമ്മം പ്രചരിപ്പിക്കാൻ അശോകന് പ്രേരണമായത്. ഏതു മതമായിരുന്നു എന്ന് ചോദിച്ചാൽ ബുദ്ധമതമായിരുന്നു ധർമ്മം പ്രചരിപ്പിക്കാൻ അശോകന് പ്രേരണയായത്. രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനായി അശോകൻ നിരവധി യുദ്ധങ്ങൾ നടത്തി. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു കലിംഗ രാജ്യവുമായുള്ള യുദ്ധം. ഇതിൽ കലിംഗ പരാജയപ്പെട്ടു. അനേകം പേരുടെ മരണത്തിനും ദുരിതങ്ങൾക്കും ഇടയാക്കി. ഈ യുദ്ധത്തിന് ശേഷമാണ് അശോകൻ ബുദ്ധമതം സ്വീകരിച്ചത്. അപ്പൊ ഏത് യുദ്ധത്തിന് ശേഷമാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ കലിംഗ രാജ്യവുമായുള്ള യുദ്ധത്തിന് ശേഷമായിരുന്നു അശോകൻ ബുദ്ധമതം സ്വീകരിച്ചത്. ബുദ്ധമതം ലോകത്തിലെ പല വിഭാഗങ്ങളിലും പ്രചരിപ്പിക്കുന്നതിന് അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ഇനി ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഇനിയൊരു യുദ്ധം വേണ്ട. ചക്രവർത്തിയായിരുന്ന ശേഷം അശോകൻ യുദ്ധങ്ങളിലൂടെ രാജ്യം വികസിപ്പിച്ചുകൊണ്ടിരുന്നു. തനിക്ക് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട കലിംഗയിലെ രാജാവിന് അദ്ദേഹം ഒരു സന്ദേശം അയച്ചു. അഭിമാനിയായ കലിംഗ രാജാവ് കീഴടങ്ങാൻ ഒരുക്കമായിരുന്നില്ല. 261 BC-യിൽ അശോകൻ കലിംഗയെ കീഴ്പ്പെടുത്താൻ പുറപ്പെട്ടു. സ്വാതന്ത്ര്യസ്നേഹികളായ കലിംഗയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അശോകന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചു. അശോകന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി കലിംഗ പലപ്പോഴും വിജയത്തിന്റെ വക്കിലെത്തി. എന്നാൽ അന്തിമ വിജയം അശോകന് തന്നെയായിരുന്നു. യുദ്ധക്കളം ഇരുപക്ഷത്തെയും സൈനികരുടെ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞു. വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ, കൈകാലുകൾ നഷ്ടപ്പെട്ട് വേദന കൊണ്ട് പുളയുന്നവർ, ഉറ്റപ്പെട്ടവരെ നഷ്ടപ്പെട്ട അനാഥ കുഞ്ഞുങ്ങളുടെ വിലാപം, വിധവകളുടെ കണ്ണീർ പുഴ. യുദ്ധക്കാഴ്ചകൾ അശോകനെ അസ്വസ്ഥമാക്കി. ഈ രീതിയിലുള്ള വിജയം അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഏറെ വൈകാതെ അദ്ദേഹം ബുദ്ധമതവുമായി
മാറുകയും ബുദ്ധതത്വങ്ങളിലൂടെ ഭരണം തുടരുകയും ചെയ്തു. ഇതിപ്പോ കലിംഗ യുദ്ധത്തെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൂ. ഇതിൽ നമുക്ക് പ്രത്യേകിച്ചിട്ടൊന്നും നോക്കാനൊന്നുമില്ല, ഞാൻ വായിച്ചു എന്ന് മാത്രം. ഇനി ഇവിടെ ഒരു ഹെഡിങ് തന്നിട്ടുണ്ട്, സമൂഹം, സമ്പത്ത്, കല. മൗര്യന്മാരുടെ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഒന്നാമത്തെയാണ്, ചാതുർവർണ്ണ്യത്തിലധിഷ്ഠിതമായ സാമൂഹ്യ വിഭജനം നിലനിന്നിരുന്നു. രണ്ടാമത്തെ, കാർഷിക പ്രവർത്തികൾ ശൂദ്രരെ കൊണ്ടാണ് ചെയ്യിച്ചിരുന്നത്. ജൈനമതവും ബുദ്ധമതവും ഏറെ പ്രചാരണം നേടി. കൃഷിയും വാണിജ്യവും മൗര്യ ഭരണകാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചു. കൃഷിയുടെ പുരോഗതിക്കായി രാജാക്കന്മാർ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. തുന്നൽ, നെയ്ത്ത് തുടങ്ങിയ കൈത്തൊഴിലുകൾ നിലനിന്നിരുന്നു. നാണയങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു. കച്ചവടത്തിന്റെ പുരോഗതിക്കായി നിരവധി പാതകൾ നിർമ്മിച്ചു. ഇനി ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അശോകൻ സാഞ്ചിയിൽ സ്ഥാപിച്ച സ്തൂപമാണ് ചിത്രത്തിലുള്ളത്. അതായത് ഈ സ്തൂപം എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഇതുപോലെ നിരവധി സ്തൂപങ്ങൾ മൗര്യ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതൊന്നും നമുക്ക് നോക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഇനി കാലം മാറുന്നു. മൗര്യ ഭരണത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം AD 4-ാം നൂറ്റാണ്ടോടെ, ശ്രദ്ധിക്കണം, AD 4-ാം നൂറ്റാണ്ടോടെ ഗംഗാ തടത്തിൽ ഉയർന്നു വന്ന മറ്റൊരു രാജവംശമായിരുന്നു ഗുപ്ത രാജവംശം. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നിവർ ഈ രാജവംശത്തിലെ ശ്രദ്ധേറിയ ഭരണാധികാരികളായിരുന്നു. ഗുപ്ത കാലഘട്ടത്തിന്റെ അവസാനമാകുമ്പോഴേക്കും ദൂരദേശങ്ങളുമായി വ്യാപാരത്തിൽ കുറവ് വന്നു. കൂടുതൽ ജനങ്ങൾ കൃഷിയിൽ വ്യാപൃതരായി. അക്കാലത്ത് രാജാക്കന്മാർ പുരോഹിതന്മാർക്കും ആരാധനാലയങ്ങൾക്കും വൻതോതിൽ ഭൂമി ദാനമായി നൽകി. പുരോഹിതന്മാർ കർഷകരെ കൊണ്ട് ഇവിടങ്ങളിൽ കൃഷി ചെയ്യിച്ചു. സാമൂഹിക അസമത്വം വർദ്ധിച്ചു. ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും പ്രാധാന്യം കുറയുകയും ചെയ്തു. ഏത് കാലഘട്ടമായപ്പോഴേക്ക്? ഗുപ്ത കാലഘട്ടമായപ്പോഴേക്ക്. ഇനി അറിവിന്റെ വികാസം ഗുപ്ത കാലഘട്ടത്തിലെയാണ്. ഗുപ്തകാലത്ത് സംസ്കൃത ഭാഷയിൽ നിരവധി കൃതികൾ രചിക്കപ്പെട്ടു. അക്കാലത്ത് സാഹിത്യകാരന്മാരിൽ പ്രധാനിയായിരുന്നു കാളിദാസൻ. അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, കുമാരസംഭവം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ഈ ഭാഗം ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ, കാരണം ചോദിക്കും. കാളിദാസന്റെ ഏതെങ്കിലും ഒരു കൃതി തന്നിട്ട് ധാരാണ് എഴുതിയ എന്നായിരിക്കും ചോദിക്കാൻ സാധ്യത. ഇനി അടുത്തതാണ് നവരത്നങ്ങൾ. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന 9 പണ്ഡിതന്മാരെയാണ് നവരത്നങ്ങൾ എന്നറിയപ്പെടുന്നത്. കാളിദാസൻ, ഘടകർപരൻ, ശബണകൻ, വരരുചി, വരാഹമിഹിരൻ, വേതാളഭട്ടൻ, ധന്വന്തരി, അമസിംഹൻ, ശങ്കു എന്നിവരായിരുന്നു അവർ. ഈ 9 പേരായിരുന്നു നവരത്നങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത്. ഇന്ന് ഡൽഹിക്ക് സമീപമുള്ള മെഹ്റൌളിൽ, ഇത് ശ്രദ്ധിക്കുക, ഡൽഹിക്ക് അടുത്തുള്ള മെഹ്റൌളിൽ സ്ഥിതി ചെയ്യുന്ന ഈ തൂൺ പണി കഴിപ്പിച്ചത് ചന്ദ്രഗുപ്തന്റെ കാലത്താണ്. ഈ തൂണ് നിർമ്മിച്ചത് ചന്ദ്രഗുപ്തന്റെ കാലത്താണ്. കൊടും ചൂടും മഴയും കനത്ത മഞ്ഞും ഏറ്റിട്ടും ഇന്നും തുരുമ്പ് പിടിക്കാതെ ഇത് നിലനിൽക്കുന്നുവെങ്കിൽ അത്ഭുതം തോന്നുന്നില്ലേ? ഗുപ്ത കാലഘട്ടത്തിലെ ഉരുക്ക് സംസ്കരണത്തിന്റെ മികവ് തെളിയിക്കുന്നതാണ് ഈ ഇരുമ്പ് തൂൺ എന്ന് പറയുന്നത്. ഗുപ്തകാലത്ത് ശാസ്ത്രരംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ ചിലരാണ് വരാഹമിഹിരൻ, ബ്രഹ്മഗുപ്തൻ, ഭാസ്കരാചാര്യർ, ആര്യഭട്ടർ തുടങ്ങിയവർ. ഇവരിൽ വരാഹമിഹിരനും ബ്രഹ്മഗുപ്തൻ എന്നിവർ ജ്യോതിശാസ്ത്രത്തിലും, ഭാസ്കരാചാര്യർ ഗണിതത്തിലും, ആര്യഭട്ടൻ ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അടുത്തതാണ്, പുരാതന ഇന്ത്യയിൽ പ്രസിദ്ധമായ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു നളന്ദ സർവകലാശാല. അതിന്റെ ശേഷിപ്പുകളാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നിർമ്മിച്ചത് ഗുപ്ത കാലഘട്ടത്തിലാണ്. ഇതിന്റെ ഒരു പിക്ചറാണ് നമുക്ക് ഈ അടിയിൽ തന്നിട്ടുള്ളത്. അത് ഗുപ്ത കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത്. അത്ര കാര്യം മാത്രമേ അതിൽ പറയൂ. ഇനി അവസാനമായിട്ട് പറയുന്നത്, മഗധയുടെ വളർച്ച മുതൽ ഗുപ്തകാലം വരെയുള്ള സാമൂഹ്യ മാറ്റങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. ഇപ്പൊ നോക്കിയതൊക്കെ അവയിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയെന്ന് നോക്കിയാൽ, ഒന്നാമത്തെയാണ് കൃഷി വിപുലമായതോടെ കാർഷികോൽപാദനം വർദ്ധിച്ചു. കൃഷിയും അതുമായി ബന്ധപ്പെട്ട തൊഴിലുകളും നിരവധി പുതിയ അറിവുകൾ സൃഷ്ടിച്ചു.
സാമൂഹിക അസമത്വങ്ങൾക്കെതിരായി ഉയർന്നു വന്ന ആശയങ്ങൾ സമൂഹത്തെയും രാജ്യഭരണത്തെയും സ്വാധീനിച്ചു. ശാസ്ത്രം, കല, സാഹിത്യം എന്നീ മേഖലകളിലുണ്ടായ മാറ്റങ്ങളെ ഭരണാധികാരികൾ പ്രോത്സാഹിപ്പിച്ചു. ചിലപ്പോൾ ഇതേപോലെ തന്നെ തന്നിട്ട് ഇതിലേതാണ് അതിൽ പെടാത്തത് എന്നൊരു ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. അതായത് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി, കാണാതെ പഠിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ഒന്ന് വായിച്ച് പഠിക്കുക. അതേപോലെ ആ മഹാജനപദങ്ങളൊക്കെ ഒരു വട്ടമെങ്കിലും വായിക്കുക. ചിലപ്പോൾ ഇതിൽ മഹാജനപദത്തിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ അത് മാർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളൂ. നന്നായിട്ട് പഠിക്കുക. ബാക്കി എല്ലാതും, അതായത് 7 വരെയുള്ള ചാപ്റ്റർ ഞാൻ മുൻ ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി പോയി കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.